ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസിനെ മലർത്തിയടിക്കുമോ? ഒരുപാട് ഇപ്പോൾ കേൾക്കുന്ന ചോദ്യമാണ്, എസ്പെഷ്യലി എഞ്ചിനീയറിംഗിൻ്റെ കൗൺസിലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്. ഇതിന് രണ്ട് കാരണങ്ങളാണ് പല വിദഗ്ധരും അല്ലെങ്കിൽ പല ആളുകളും അഭിപ്രായപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ഇനിയുള്ള കാലത്ത് കോഡിങ്ങിന് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്നുള്ളതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട്. കാരണം ChatGPT പോലത്തെ AI ജനറേറ്റീവ് ടൂൾസൊക്കെ വരുന്ന സമയത്ത് ഒരു മനുഷ്യനിരുന്ന് കോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. രണ്ടാമത്തത്, ഒരുപാട് CSE ഗ്രാജുവേറ്റ്സ് പുറത്തിറങ്ങുന്നു. ആ കാരണം കൊണ്ട് തന്നെ CSEക്കുള്ള ഒരു ഡിമാൻഡ് ഭാവിയിൽ കുറയും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്നുള്ളത്, ഇത്തരം AI ടൂൾസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ AI ഹാർഡ്വെയർ ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. NVIDIA, Intel, Samsung പോലത്തെ കമ്പനീസ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് ECE ഗ്രാജുവേറ്റ്സിന് ആവശ്യമുണ്ട്. ഈ വാദഗതികളിൽ എത്രത്തോളം സത്യമുണ്ട്, അസത്യമുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി ECEക്ക് CSEയേക്കാളും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമോ? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ദ വീഡിയോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വന്നിട്ടുള്ള ഒരു പോയിന്റ്സ് നമുക്ക് ഓരോന്നെടുത്തിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ഒന്ന്, ഫ്യൂച്ചർ ഓഫ് കോഡിംഗ് എന്നുള്ളതാണ്. ഫ്യൂച്ചർ ഓഫ് കോഡിംഗ് എന്നുള്ളത് റാദർ ദൻ ഇങ്ങനെ കുറേ കോഡുകൾ എഴുതുക, അല്ലെങ്കിൽ പൈത്തൺ സ്ക്രിപ്റ്റ്സ് എഴുതുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ക്രിപ്റ്റ്സ് എഴുതുക, ഇത് പലതും AI ടൂൾസിന് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ സയൻസിനെ കാണേണ്ടത് ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിട്ടില്ല, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കോഡിംഗ് എന്നുള്ളത് മാത്രമല്ല. സോ ദർ വിൽ ബി മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ആക്ച്വൽ കമ്പ്യൂട്ടർ സയൻസ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു ഭാഗത്ത് മേ ബി ഈ ഒരു ഡെവലപ്പർ അല്ലെങ്കിൽ കോഡർ പ്രൊഫൈൽസ് ഒക്കെ മാറുമ്പോഴും ആക്ച്വൽ കമ്പ്യൂട്ടർ സയൻസിന് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് കൂടുതൽ വരും. കാരണം AI ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, അതിൽ മെഷീൻ ലേണിംഗുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളുണ്ട്, ന്യൂറൽ നെറ്റ്വർക്സുമായി ബന്ധപ്പെട്ട ഡീപ്പ് ലേണിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. സൈബർ സെക്യൂരിറ്റി, പ്രൈവസി, ഇത്തരം കൺസേൺസ് ഉണ്ട്. ഡാറ്റാ സയൻസുമായി ബന്ധപ്പെട്ട് പല ഏരിയകളുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഭൂരിഭാഗം കാര്യങ്ങളും നടക്കുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസിലാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് എഞ്ചിനീയേഴ്സിന് ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഒരു ഭാഗത്ത് മേ ബി ഒരു കോഡർ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു വളരെ ജനറിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമർ പ്രൊഫൈൽക്ക് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കുറയുമെങ്കിൽ പോലും അപ്പുറത്തെ സൈഡിൽ പുതിയ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിന് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യപ്പെടും. എനിക്ക് ഇതിന് ഇക്വേറ്റ് ചെയ്യാനുള്ളത് പഴയ ഒരു കാലത്തോട്ടാണ്. പണ്ട് കമ്പ്യൂട്ടർ വരുമ്പോൾ ഒരുപാട് മാനുവൽ ആയിട്ടുള്ള ജോബ്സ് ഇല്ലാതാവും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ? അപ്പം ആളുകളുടെ ജോബ് ഇല്ലാതാവും എന്ന പേരിൽ സമരങ്ങൾ നടന്നിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ AI വരുമ്പോൾ എന്താ സംഭവിക്കുക? ചില ജോബ്സ് മേ ബി അത് ഇല്ലാതാവും. അത് കമ്പ്യൂട്ടർ സയൻസിൽ മാത്രമല്ല, ഒട്ടുമിക്ക ഏരിയകളിലും ഓട്ടോമേറ്റ് ചെയ്യാവുന്ന ഒരുപാട് ജോബ്സ് ഇല്ലാതാവും. അതല്ലാതെ അതിൽ കോഡേഴ്സിനോ അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സിനോ മാത്രമുള്ള വിഷയമല്ല. നേരെ മറിച്ച് അപ്പുറത്ത് ഒരുപാട് പുതിയ ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി ECEയിലോട്ട് വരുമ്പോഴും ഇതേ കാര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ Intelലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഒരു ഹാർഡ്വെയർ ഡിസൈൻ എഞ്ചിനീയറാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പല ടൂൾസിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ RTL, നമ്മൾ പ്രോഗ്രാമിങ്ങിൽ നമ്മളൊരു പൈത്തണോ മറ്റു കാര്യങ്ങളോ ഉപയോഗിക്കുന്നതിനൊക്കെ വെരിലോഗ് എന്നുള്ള ലാംഗ്വേജാണ് നമ്മൾ സാധാരണ ഒരു ഹാർഡ്വെയർ ഡിസൈനിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വെരിലോഗ് എന്നുള്ള ഒരു ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജാണ്. അപ്പോൾ ഈ വെരിലോഗ് പോലത്തെ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ ഇന്ന് OpenAI അല്ലെങ്കിൽ LLMs അല്ലെങ്കിൽ അതിനുള്ള ടൂൾസൊക്കെ ഇന്ന് പല കമ്പനീസും പല EDA വെണ്ടേഴ്സും പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സംഭവം കമ്പ്യൂട്ടർ സയൻസിൽ എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ ഒരു വേർഷൻ എന്നുള്ളത് അത് എവിടെയും സംഭവിക്കും. അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലും അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനും സംഭവിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു കമ്പാരിസണിൽ വലിയൊരു അർത്ഥം ആക്ച്വലി എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, രണ്ടാമത്തെ ഒരു പോയിന്റ് എന്നുള്ളത് മോർ CSE ഗ്രാജുവേറ്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മോർ CSE ഗ്രാജുവേറ്റ്സ് ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മോർ CSE ജോബ്സും ജനറേറ്റ് ചെയ്യും. കാരണം ECEയേക്കാളും സ്വാഭാവികമായിട്ടും കൂടുതൽ ജോബ്സ് ഈ പറഞ്ഞ ഏരിയകളെല്ലാം ഉള്ളത് കൊണ്ട് വളരെ ജനറിക് ആയിട്ടുള്ളൊരു ജോബ് ഗ്രോത്ത് CSEയെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അപ്പോൾ ECEക്കും ഇതേപോലെ തന്നെ ഒരുപാട് ഗ്രാജുവേറ്റ്സ് കമ്പ്യൂട്ടർ സയൻസിന് ഇക്വലൻ്റ് അല്ലെങ്കിൽ പോലും അതിൻ്റെ തൊട്ട് താഴെ നമ്പർ ഓഫ് ഗ്രാജുവേറ്റ്സ് ECEക്കും പുറത്തിറങ്ങുന്നുണ്ട്. സോ അതും ഒരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ്സ് ആയിട്ട് എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സിന് ഡിമാൻഡ് കൂടും എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു OpenAI പോലത്തെ ഒരു LLM വർക്ക് ചെയ്യുന്നത് ആലോചിക്കുക. ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ മാത്രമല്ലോ, ഇതിന് ആക്ച്വലി കമ്പ്യൂട്ടിംഗ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഹാർഡ്വെയർ, ഇതിൻ്റെ പിന്നിൽ NVIDIAയുടെ ഒരുപാട് ഹാർഡ്വെയർ ആക്സിലറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ NVIDIAയുടെ സ്റ്റോക്ക് പ്രൈസ് $1000 മേലെയാണ് പോയിട്ടുള്ളത്. ഒരു 100-200 റേഞ്ചിൽ നിന്ന് $1000 മുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ NVIDIAയിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാർ ഇപ്പോൾ മില്യണേഴ്സ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹാർഡ്വെയർ ഡിസൈൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനടക്കം AI ചിപ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. AI
ബേസ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ ആക്സിലറേറ്റേഴ്സ് ബിൽഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഇൻഡസ്ട്രി അതിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് ഇറ്റ്സ് എ വെരി വാലിഡ് പോയിന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ECEക്ക് അവിടെ ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റിൽ, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോൾ 5G നിന്ന് 6Gയിലോട്ടുള്ള ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനി ജനറിക് ഇലക്ട്രോണിക്സിലോട്ട് വരുമ്പോൾ ഒരുപാട് IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് റിലേറ്റഡ്, അതേപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള, അതേപോലെ സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ പേഴ്സണലൈസ്ഡ് ഹെൽത്ത് കെയർ, ഇങ്ങനത്തെ ഒരുപാട് ഏരിയസിലോട്ട് എന്തൊക്കെ AI നമ്മൾ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയറും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും AI കമ്പ്യൂട്ടർ സയൻസിൽ വലിയൊരു ഹ്യൂജ് ഷിഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ സിമിലർ ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് എവിടെ ഉണ്ടാവുന്നുണ്ട്? ഇലക്ട്രോണിക്സിലും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇലക്ട്രോണിക്സിൽ ആ ഫീൽഡിൽ വരുമ്പോൾ VLSI ഡിസൈനിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. VLSI എന്ന് പറഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ. ഇപ്പോൾ NVIDIA, Intel, ടെക്സാസ് ഇൻസ്ട്രുമെന്റ്, സാംസങ്, അതേപോലെ തന്നെ തുടങ്ങി ഒരുപാട് കമ്പനീസ് എന്തിലാണുള്ളത്? VLSI ഡിസൈൻ എന്നുള്ള ഡൊമൈനിൽ ഒരുപാട് ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കേവലം ഒരു ECE ഡിഗ്രി കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു VLSI ഡൊമൈനിൽ ജോബ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇതൊരു ഹൈലി എക്സ്പെർട്ടീസ് വേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നമുക്ക് മിനിമം ഒരു PG എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? എയിം ചെയ്യണം. അപ്പോൾ ഈ മേഖലയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ തന്നെ മേ ബി ഒരു CS BTechകാരനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും ഒരു ECE BTechകാരൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ECE BTechകാരൻ ഓഫ് കോഴ്സ് ഒരു നെക്സ്റ്റ് ലെവൽ ഹയർ സ്റ്റഡീസിലോട്ട് പോയിട്ട് അയാളുടെ ഒരു VLSI ഡിസൈനിലോ അല്ലെങ്കിൽ മൈക്രോ ഇലക്ട്രോണിക്സിലോ നാനോ ഇലക്ട്രോണിക്സിലോ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിലോ ഒക്കെ ഒരു PG ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു PG ചെയ്യുന്നത് നല്ലതാണ് എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കമ്പനീസിൽ ജോബ് ലാൻഡ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഇവരാരും ഒരു നോർമൽ BTechകാരനെ അവരാരും ജനറലി പ്രിഫർ ചെയ്യാറില്ല. ഞാൻ എക്സെപ്ഷൻസ് ഉണ്ടാവും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. സോ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ളത് CSEയിൽ ജോബ് ഗ്രോത്ത് കൂടുതലായിരിക്കും. അതോടൊപ്പം ചേർത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പറയപ്പെടുന്ന ഒരു കാര്യം സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഇന്ത്യയിലോട്ട് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ചിപ്പുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കിൽ പോലും മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ത്യയിലല്ല. മാനുഫാക്ചർ ചെയ്യുന്നത് പ്രധാനമായിട്ട് 2 രാജ്യങ്ങളിലാണ്. ഒന്ന് US, 2 തായ്വാൻ. ഇപ്പോൾ US Intel പോലത്തെ കമ്പനീസിന്, സാംസങ് പോലത്തെ കമ്പനീസിന് ഫൗണ്ടറീസ് ഉണ്ട്. ഫൗണ്ടറീസ് എന്നാണ് പറയുക ഈ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടർ മാനുഫാക്ചർ ചെയ്യുന്നത്, അത് ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നത് തായ്വാനിലോട്ടാണ്. അവിടെ TSMC അഥവാ തായ്വാൻ സെമി കണ്ടക്ടേഴ്സ് എന്നുള്ളൊരു കമ്പനി ഉണ്ട്. ഇനി ഗോയിങ് ഫോർവേഡ് ഇന്ത്യയിൽ ഇപ്പോൾ വേദാന്ത, ടാറ്റ ഇവരെല്ലാവരും ഒരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിലോട്ട് ഇറങ്ങുന്നു എന്ന് പറയുന്നു. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി. കാരണം സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ അത് ക്രാക്ക് ചെയ്യാൻ അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഭവമല്ല. വലിയ കമ്പനീസ് പോലും വളരെയധികം പിന്നിൽ, ചില ടെക്നോളജി ഷിഫ്റ്റുകൾ കൊണ്ട് പിന്നിൽ പോകുന്ന ഒരു ഏരിയയാണ്. ഹ്യൂജ് കൈൻഡ് ഓഫ് റിസോഴ്സ് വേണം. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IIT മദ്രാസിൽ ഉള്ള സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഈസ് ഇൻ മൈക്രോമീറ്റേഴ്സ് ലെങ്ത് ആൻഡ് വിഡ്ത്തുള്ള ട്രാൻസിസ്റ്റേഴ്സാണ് അവിടെ ചെയ്യാൻ പറ്റുക. ഓക്കെ, നമ്മളൊരു എക്സ്പെരിമെൻ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിലും അതേപോലെ സെമി കണ്ടക്ടർ ക്യാരക്ടറൈസേഷനിലാണ് ഞാൻ എൻ്റെ MTech തീസിസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ ഇന്റലിൽ അല്ലെങ്കിൽ മറ്റ് കമ്പനീസിലൊക്കെ ഉള്ളത് ദേ ആർ വർക്കിംഗ് ഇൻ നാനോമീറ്റേഴ്സ് ഓർ ഈവൻ ആംസ്ട്രോങ്സ്. ഇപ്പോൾ ഇപ്പോൾ ടെക്നോളജി നോട്ട്സ് എന്നുള്ളത് 3 നാനോമീറ്റർ, 4 നാനോമീറ്റർ, അതേപോലെ 20 ആംസ്ട്രോങ്സിലൊക്കെയാണ് എന്തുള്ളത് TSMCയോ Intelോ ഒക്കെ ചിപ്പുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 1000 ആണ്. മൈക്രോമീറ്ററിന് നാനോമീറ്ററിലോട്ട് വരുമ്പോൾ 1000 ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് സെറ്റപ്പ് ചെയ്യാന്നുള്ള ഒരിക്കലും എളുപ്പമല്ല. ബട്ട് ഡെഫിനറ്റ്ലി അത് വന്നാൽ വീണ്ടും അവിടെ ഒരു ഫൗണ്ടറിയിൽ വർക്കേഴ്സിന് ആവശ്യമുണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. അവിടെയും ഒരു നല്ലൊരു എക്സ്പേർട്ട് വർക്കറിന് ഒരു ഡിഗ്രിക്കാരനല്ല ഒരു PGക്കാരനായിരിക്കും വേണ്ടി വരിക എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. സോ ECE ഡെഫിനറ്റ്ലി ബെറ്റർ ഓപ്ഷൻ ആണ്, പ്രൊവൈഡഡ് യു ഗോ ഫോർ PG. കാരണം ECE എന്നുള്ളത് എന്തായാലും CSEക്കാളും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഫിസിക്സും മാത്സിലെയും നല്ല ആപ്ലിക്കേഷൻസ് കമ്പ്യൂട്ടർ സയൻസിനേക്കാളും കുറച്ചുകൂടി അധികം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഒരു കോർ ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ECEക്കും CSEക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ബട്ട് ഐ ഡോണ്ട് തിങ്ക്, ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല CSEയിലെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞ് ECEക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടും എന്നുള്ളത്. ഡെഫിനറ്റ്ലി രണ്ടിലും ഗ്രോത്ത് ഉണ്ടാവും, രണ്ടിലും നല്ല ഗ്രോത്ത് ഉണ്ടാവും സർക്യൂട്ട് ബ്രാഞ്ചസിൽ. പക്ഷേ എന്തായാലും CSEയിലെ ഓപ്പർച്യൂണിറ്റീസ് തന്നെയായിരിക്കും കൂടുതൽ ജനറിക് ആവുക, കൂടുതൽ ആളുകൾക്ക് ആക്സസിബിൾ ആവുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ഓൺ ദി അതർ സൈഡ് ECEയിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽ സെറ്റാണ് VLSI, സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഒക്കെ. ഇതിനും ഗ്രോത്ത് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ചോദ്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ സമയം പോലെ ഉത്തരം നൽകാൻ ശ്രമിക്കാം. മറ്റൊരു വീഡിയോ ആയി കാണാം. ബൈ.